കേരളത്തിൽ നടക്കില്ല എന്ന് കരുതി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേ, ഇതാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നലെ 2-3 ദിവസം മുമ്പ് ഞാനൊരു വരവ് ഇവിടെ വന്നിരുന്നു. വെള്ളൂരിലൊരു വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാനെന്തോ ആലോചിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളൂർ എത്തിയിരിക്കുന്നു. അതങ്ങനെ അത്രയും സമയം ഇപ്പോൾ വേണ്ടതുള്ളൂ. അന്ന് ഞാൻ വീട്ടിൽ നിന്നാണ് വന്നത്, എന്നിട്ടും വെള്ളൂരെത്താൻ വലിയ സമയം എടുത്തില്ല. ഇപ്പോൾ പീക്കോടെത്താനും അതേ നില തന്നെ. ഇന്നലെ ശശീന്ദ്ര മിനിസ്റ്ററിനോട് പറഞ്ഞു, നിങ്ങൾ നേരത്തെ വരപ്പോണ്ട, നിങ്ങൾക്കാവുമ്പോൾ 40 മിനിറ്റേ വേണ്ടി വരൂ എന്ന്. എന്നാലും ഞാൻ കുറച്ച് സമയം കണക്കാക്കി തന്നെ പുറപ്പെട്ടു. പഴയ റോഡുകളെല്ലാവരും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ആകെ പൂർത്തിയായാലുള്ള നാഷണൽ ഹൈവേയുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അതിന്റെ സംഭവങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇത് 2016 LDF സർക്കാർ എല്ലാ അധികാരത്തിൽ വന്നതെങ്കിൽ 2021 അതിന് തുടർച്ചയുണ്ടായില്ല എങ്കിൽ ഈ രീതിയിൽ പൂർത്തിയാകുമായിരുന്നോ? ഏതാനും നാട് കഴിയുമ്പോൾ ഈ റോഡാകെ നല്ല സുന്ദരമായ റോഡുകളായി പൂർണ്ണതയിലേക്ക് എത്താനല്ലേ പോകുന്നത്. നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, അതിലൂടെ ഗ്യാസ് ഇപ്പോ പ്രവഹിക്കുകയാണ്. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി അടുക്കളയിൽ ഗ്യാസ് എത്തുന്ന നില വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നെടുമൺ കൊച്ചി റോഡ് ഹൈവേ, അത് വഴിക്കിട്ടുകളഞ്ഞതായിരുന്നു, അതും പൂർത്തിയാക്കാനായി. ഒരു ഭാഗത്ത് മലയോര ഹൈവേ, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ. ഇതിനിടയിൽ തന്നെ കോവളത്ത് നിന്ന് ബേക്കൽ വരെ എത്തുന്ന ജലപാത. കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത്? നമ്മുടെ നാടിന്റെ മാറ്റം ആരെയും കൊതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം. എന്നാൽ അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിക്കുന്ന നില വന്നിരിക്കുന്നു.